നിങ്ങൾ അട്ടമലയിൽ താമസിക്കാൻ കഴിയുമെന്നാണ് മത്തായി കമ്മീഷൻ പറയുന്നത്. ഇപ്പൊ അട്ടമലയിലേക്കുള്ള റോഡ് അടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് അവിടെ ഞങ്ങൾ താമസിക്കേണ്ടത്? ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇവര് അവിടെ താമസിക്കുക? അത് താമസം രണ്ടാമത്തെ കാര്യമാണ്. ഞങ്ങൾ എന്തുകൊണ്ട് പണിക്ക് പോവേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കാരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ്. ഞങ്ങളെ മക്കളെ പഠിപ്പിക്കണം. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ ജീവിക്കണം. ഞങ്ങൾ 9,000 രൂപ 300 രൂപയാണല്ലോ ഔദാര്യം പോലെ നിങ്ങളെ ഭാഗത്ത് തഹസിൽദാറെടുത്തും കളക്ടറെടുത്തും നിരവധി തവണ വന്ന് കാല് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു 300 രൂപക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് കാല് പിടിച്ചത്. ഇച്ഛ പോലെ ഞങ്ങൾ ചോദിക്കുക ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ. നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് എന്ന് ഞങ്ങൾ ഇല്ല. നമ്മൾ നിലവിൽ പാലത്തിന്റെ ഏറ്റവും അവസാനത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോലീസുമായിട്ട് നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഏതെങ്കിലും വൈകാരികമായ പ്രശ്നമല്ല. ഞങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് തീരുമാനിക്കണം. സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല. ഇവരുടെ ദിനപത്ത നിർത്തലാക്കാൻ സർക്കാർ ഒരു ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ പറയുന്നത് 10, 11, 12 വാർഡുകളുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അടിയന്തരമായി ദിനപത്ത കിട്ടിയേ പറ്റൂ. അത് തീരുമാനിക്കാതെ ഞങ്ങൾ ഒരു ഇഞ്ച് ഇവിടുന്ന് പിന്നോട്ട് പോകില്ല. അതിന് തീരുമാനം ഞങ്ങൾക്ക് വേണം. അതല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. കാരണം ഞങ്ങൾ ചോദിക്കുന്ന ഒന്നല്ല, സർക്കാരിന്റെ കയ്യിൽ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട്. നിങ്ങൾ 160 ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. 400 കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം. 1026 കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾ മാത്രം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് താമസം ഇട്ടെറിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് എസ്റ്റേറ്റ് പാടിയിലെ സാധാരണക്കാരൻ മാത്രമല്ല, 1 ഏക്കറും 2 ഏക്കറും ഒക്കെ ഭൂമിയും നല്ല വീടുള്ളവൻ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇനിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് കരുതിയപ്പോഴാണ് ഞങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പകരം ഒരു ചെറിയ വീട് തന്നാൽ മതി എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നത്. ഇവിടുന്ന് ഇട്ടെറിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാ. ആ ആളുകളെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? അത് സർക്കാർ ഏത് നിലക്കാണ് പരിഗണിക്കാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ 3 വാർഡിലെ ജനങ്ങൾക്ക് ദിനപത്ത കൊടുക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അല്ലാതെ ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല. ഡെപ്യൂട്ടി കളക്ടറെ ഞങ്ങൾ തടഞ്ഞു വെക്കും, ഉദ്യോഗസ്ഥരെ ഞങ്ങൾ തടഞ്ഞു വെക്കും. താൽക്കാലികമായി ഞങ്ങൾ പരിശോധിക്കുക, ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള ഒരു ഉറപ്പും ഇനി ഞങ്ങൾ സ്വീകരിക്കില്ല. കാരണം ദുരന്തം നടന്നിട്ട് 10 മാസമായപ്പോൾ വീണ്ടും ഈ ആളുകൾ അഭയാർത്ഥികളെ പോലെ പോകേണ്ടി വരിക. മത്തായി കമ്മീഷൻ കുറ്റി അടിച്ചോടത്തുകൂടെയാണ് ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മീഷനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ഏത് നിലയ്ക്ക് കൊണ്ടുവന്ന് ഒരു റെഡ് അലർട്ട് ഇന്നും ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ സ്കൂളിലാണുള്ളത്. ഈ പ്രദേശത്തെ മക്കൾ ഇവർ തിരിച്ചു വരുമ്പോൾ എത്ര പേര് ബാക്കി ഉണ്ടാവുമെന്ന് എന്തുറപ്പാണുള്ളത്? കാരണം ആ രീതിയിൽ മഴ പെയ്തിട്ടും കളക്ടർ ബംഗ്ലാവിൽ ഉറങ്ങുകയാണ്. ഞങ്ങളെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഇപ്പോഴും പെരുവയിലാണ്. ഞങ്ങൾക്ക് തീരുമാനം വേണം. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പറയാനില്ല.